ഈ കൊച്ചിയിലെ മറ്റ് ആക്ടിങ് സ്കൂൾ പോലെയല്ല കൊളുത്തൂരാന്റെ സ്കൂള്. ഫീസും കുറവാ, പിന്നെ ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് പഠിക്കാനും പറ്റും. കൊളുത്തൂരാൻസോ? എന്താ അങ്ങനെ ഒരു പേര്? അത് അദ്ദേഹത്തിന്റെ തറവാട്ട് പേരെന്ന് തോന്നുന്നു. ചിലപ്പോ അഭിനയമാകുന്ന വാതിലിന്റെ കൊളുത്തൂരി പറിച്ച് ആ വാതിൽ തുറന്ന് സിനിമയിലേക്ക് ആൾക്കാരെ തള്ളിവിടുന്നോണ്ടായിരിക്കാം. ആയിരിക്കാം. നീ വാ കേറ്, സമയം കളയണ്ട. സ്റ്റാർട്ടായി. ഞാൻ പി വി കൊളുത്തൂരാൻ. ഞാൻ റോയ്. ഇത് ആനന്ദ്. ഇവന് വേണ്ടിയിട്ടാ വന്നത്. ഇവന് വേണ്ടിട്ട് വന്നു എന്ന് പറഞ്ഞത് മനസ്സിലായി. ഇവൻ എന്താ വേണ്ടത്? അത് പിന്നെ പഠിപ്പിക്കാൻ, അഭിനയം പഠിപ്പിക്കാൻ. ഓ, ഇവനെ കൊളുത്തൂരാൻ സാറ് എങ്ങനെയെങ്കിലും ഒന്ന് പഠിപ്പിച്ചെടുക്കും. അതെന്ത് കൊളുത്തൂരാൻ ഇവനെ അറിഞ്ഞൂടെ? അയ്യേ, എന്ത് ചാണാപ്പുളി വിറ്റയാളടിക്കണത്. സോറി മിസ്റ്റർ റോയ്, ഇവിടെ ഞാൻ ഈ തിരക്കഥ എഴുതുന്ന ബാച്ചിനെ കുറിച്ച് കൗണ്ടർ ഡയലോഗ്സ് പറഞ്ഞു കൊടുത്തിന്റെ ഹാങ് ഓവറിൽ പറഞ്ഞു പോയതാ. ഓ, ഇറ്റ്സ് ഓക്കേ സർ. ബൈ ദ ബൈ, ഇവിടെ എല്ലാത്തിനും കോഴ്സുണ്ട്. കഥയെഴുത്ത്, ഡയറക്ഷൻ, അഭിനയം, അങ്ങനെ എല്ലാം. ആനന്ദിന് നടനാവണം അല്ലേ? അതെ സർ. ഒരു വിത്തുണ്ടെങ്കിലേ അതിൽ വെള്ളവും വളവും ഇട്ടാൽ അത് വളരുകയുള്ളൂ. അല്ലാതെ കുറച്ച് മണ്ണിൽ വെള്ളവും വളവും ഇട്ടാൽ അത് പാഴായി പോവുള്ളൂ. മനസ്സിലായോ ആനന്ദ്? അതെനിക്കറിയാം സർ. ഓഹോ, വിത്തിടാതെ ഏതെങ്കിലും മണ്ടൻ ഇങ്ങനെ ഒരു പണി ചെയ്യില്ലല്ലോ. ഷട്ട് അപ്പ്! എടോ, തന്റെ ഉള്ളില് മണ്ണായ ആഗ്രഹം മാത്രമേ ഉള്ളോ, അതോ അഭിനയിക്കാനുള്ള കഴിവിന്റെ വിത്തുണ്ടോ എന്നാണ് എനിക്കറിയേണ്ടത്. ആ വിത്തിനെ സംരക്ഷിക്കാനും അതിന് വളമിടാനും അതിന് വേണ്ടതൊക്കെ ചെയ്യുവാനോ ഞാനിവിടെ ഇരിക്കുന്നത്, അല്ലാതെ വിത്ത് പാകാനല്ല. മനസ്സിലായ? അയ്യോ, മനസ്സിലായി സർ. ഇത്രയും വലിയ ഭാവാത്മകമായ സംഭാഷണം ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. ഇയാള് പുലിയാണ് കേട്ടാ. നീ രക്ഷപ്പെട്ടല്ലോടാ. ഇയാള് പുലിയാണ്, നമ്മള് വിചാരിച്ചതുപോലൊന്നും അല്ല എന്നല്ലേ ഇപ്പൊ പറഞ്ഞത്? അയ്യോ, എങ്ങനെ മനസ്സിലായി? ഞാൻ സ്വയം ഒരു കഥാകൃത്തും ഡയറക്ടറും അഭിനേതാവും ഒക്കെ ആണല്ലോ. ഞാൻ ഊഹിച്ചു. ഓക്കേ, നമുക്ക് ആനന്ദിന്റെ ഉള്ളില് വിത്തുണ്ടോന്ന് നോക്കാം. ഒന്നെഴുന്നേക്കണം. എന്നിട്ട് ആ മൂലയിലേക്ക് മാറി നിന്ന് ഹൃദയംഗമായി എന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചോളൂ. ഈ ഹൃദയംഗം? അതെ, ഹൃദയംഗം തന്നെ. അല്ല, അതെന്ത് അംഗാന്ന് മനസ്സിലായില്ല. അപ്പോ ഹൃദയംഗമായി ചിരിക്കാൻ തനിക്ക് അറിയില്ല? ഇല്ല. എന്നെ വെറുതെ നോക്കി നിൽക്കാൻ കഴിയൂ? പിന്നെന്താ? അങ്ങനെയാണെങ്കിൽ എന്നെ നോക്കി വശ്യതയാർന്ന് കുറച്ചു നേരം നിൽക്കും. ഞാൻ ഒന്ന് കാണട്ടെ. കാവ്യഭാഷ എനിക്ക് മനസ്സിലാവുന്നില്ല സർ. എന്നാലും ന്യൂ ജനറേഷൻ സിനിമയിൽ ഇങ്ങനെ ആരും പറയുന്നു ഞാൻ കരുതിയില്ല സർ. പിന്നെ ഇങ്ങനെയുള്ള ഭാവങ്ങൾക്ക് നിങ്ങളുടെ ന്യൂ ജനറേഷൻ സിനിമയിൽ എന്താ പറയുന്നത്? വല്ല സ്കെച്ച് ഇട്ട് നോക്കാന്നോ, അല്ലെങ്കിൽ അവളെ ട്രാക്കിലാക്കിയിട്ട് സീനാക്കാന്നോ, അങ്ങനെയൊക്കെയാ പറയാറ്. എന്നാ ഇതൊരു കലാക്ഷേത്ര. ആദ്യം തിയറിയൊക്കെ പഠിക്കും, എന്നിട്ട് മതി കോഡ് ഭാഷയും ഷോർട്ട് കട്ടും ഒക്കെ. മനസ്സിലായ? ഓക്കെ സർ. അപ്പോൾ മിസ്റ്റർ റോയ്, ക്ലാസ് ശനി ഞായറും ആയിരിക്കും. ക്ലാസ് കട്ട് ചെയ്തിരിക്കാൻ ശ്രദ്ധിക്കണം. അത് ആനന്ദിനോടൊന്ന് പറയണം. പിന്നെ ഒബ്സർവേഷൻ ടൂർ ഉണ്ടാവും. അതെന്താ സാർ? ഓ, അതൊന്നുമില്ല. അത് ഈ ഓരോ സിനിമാ തിയേറ്ററിൽ കയറി ഇറങ്ങിയ സിനിമകൾ കാണിക്കും. അത് ഈ ഓരോ സ്ഥലത്തെ ആൾക്കാരുടെ റെസ്പോൺസ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ. ഓ, കേട്ടോടാ ആനന്ദ്, നന്നായി ശ്രദ്ധിച്ചിരുന്ന് പഠിച്ചോളണം. ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്കൊന്നും കറങ്ങി നടക്കരുത്, കേട്ടോ? ഇല്ല, ഞാൻ നന്നായി പഠിച്ചോളാം. അപ്പോൾ ശരി സർ, കാണാം. ആയിക്കോട്ടെ ആനന്ദ്, വന്നോളൂ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ആയിക്കോട്ടെ. അങ്ങനെ ആനന്ദ് ശശിധരൻ സിനിമയുടെ ആദ്യ പാഠങ്ങൾ പഠിക്കാനായി കളരിയിലേക്ക് ഇറങ്ങുന്നു.